പുകവലിയും മദ്യപാനവും മറ്റു ലഹരി വസ്തുക്കളും ആരോഗ്യത്തിന് ഹാനികരം. ഇതൊന്നും ഉപയോഗിക്കരുത്. ഇതൊക്കെ ഉപയോഗിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് ഈ ലഹരി വസ്തുക്കൾ ഒന്നും ആരും ഉപയോഗിക്കരുത്. റോഡിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ വാഹനങ്ങൾ ഓടിക്കൂ. സുജിത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ അപ്ഡേറ്റ്. മെറ്റ AI, ഇതിൻ്റെ പേരാണ് മെറ്റ AI. ഇതെല്ലാവരും വാട്സപ്പിൽ വന്നിട്ടുണ്ടാവും. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കണം, ഇതെങ്ങനെ ഇതാക്കണം, ഇനിയിപ്പോൾ ഇതുണ്ടായിട്ടും ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഇത് വന്നിട്ട് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. അപ്പം അതെങ്ങനെ ശരിയാക്കാം, അപ്പം അതെങ്ങനെ ഇതാക്കാം, അതിലൂടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം മെറ്റ AI കുറിച്ച് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനൊരു സാധനം വന്ന് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് മെറ്റയുടെ AI വെർഷൻ. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കണം, ഇതെങ്ങനെ ഇതാക്കണം എന്നറിയാത്തവരൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഉണ്ടായിട്ട് ഇതെന്താ സാധനം എന്നറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടിയാണ് ഈ ഒരു ഇത്. അപ്പം നമുക്ക് നോക്കാം ഇതെന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനാണ് ഇതുള്ളത് നമുക്ക് നോക്കാം. നമുക്കാദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഇങ്ങനെ വരും, കണ്ടോ, നമ്മളെ വാട്സപ്പിൽ ഇങ്ങനെ വരും, കണ്ടില്ലേ, ഇതിങ്ങനെ വരും. അപ്പോൾ നമുക്ക് കൊടുത്താൽ കണ്ടോ ഇങ്ങനെ വരും. ഇതാണ് ഉപയോഗിക്കേണ്ട രീതി, കണ്ടോ, ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ, ഇവിടെ ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പം ആൾ റെഡിയായി, ഇതാ കണ്ടില്ലേ, ഇപ്പോൾ റെഡിയായി. ഇനി നമുക്കൊരു ഹായ് ഇടാം. ഹായ് ഇട്ടിട്ട് ചോദിച്ചു നോക്കാം. ഹായ് ഇടാം. ആളെ നമുക്ക് ഓപ്പൺ ചെയ്യണ്ടേ. അതിനായി നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ആളിപ്പോൾ വരും. കണ്ടോ, ആള് ഓപ്പണായി, ഉണ്ടോ, ലൈക്ക് കൊടുത്താൽ മതി, ഉണ്ടോ, ആള് ഓപ്പണായി. ഫോട്ടോ ഇട്ടൊന്നുമില്ല. ആൾ നമുക്ക് ഫോട്ടോ വരെ വിട്ടുന്നു. അപ്പോൾ ഇതാണ് മെറ്റയുടെ AI വെർഷൻ. ഇനി ഇതിനോടുള്ള ഉപയോഗം വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ പലരും പല രീതിയിലും ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണിപ്പോൾ. ഉദാഹരണത്തിന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. ഒരു സ്ഥലത്തേക്ക് പോയാൽ അത് എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ അറിയണം. ആ സ്ഥലം നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അത് നമുക്ക് നോക്കാം. അത് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, എനിക്ക് അത്ര ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയണവർക്ക് സുഖമാണ് ഇത് ഉപയോഗിക്കാൻ. എനിക്കത്ര ഇംഗ്ലീഷ് അറിയില്ല. ഇനിയുള്ളത് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടി, അതായത് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇന്നത്തത് ഇനി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു മലയാളം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. മലയാളം ആപ്പ്, ഇത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ആപ്പ്. ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇതെടുത്തിട്ട് നമുക്കിവിടെ അതർ ലാംഗ്വേജും ഇവിടെ ഇംഗ്ലീഷ് കയറും, ഇവിടെ അതർ ലാംഗ്വേജ് കയറും. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൻ്റെ കിടക്കുന്നുണ്ടാവും, ഇവിടെ അതർ ലാംഗ്വേജിൽ നമ്മൾ മലയാളം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ നോക്കാം. എനിക്കൊരു റാസിലിന് കത്തെഴുതി തരാമോ
ഇതാകണ്ടോ, ഇത് മലയാളത്തിൽ വന്നു. നമുക്ക് ഇത് ഇവിടെ വോയിസിൻ്റെ ഓപ്ഷൻ കണ്ടില്ലേ, ഇതൊന്ന് നമുക്ക് കേട്ടൊക്കെ ചെയ്യാം. എനിക്കൊരു കത്ത് എഴുതി തരാമോ? അത് ശരിയായില്ല. സ്റ്റോപ്പ്. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു സ്ഥലമാണ്. നമുക്കിപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടോ, ഇതിപ്പോൾ സ്ഥലമാണ്. അപ്പം തിരുവനന്തപുരത്താണ് ഞാൻ ഇതൊന്ന് മുന്നിക്കട്ടെ. ഓക്കെ ആണോ, ഞാൻ അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കിത് ഇവിടെ അടിയിൽ കണ്ടോ ഇംഗ്ലീഷിൻ്റെ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ വോയിസ് ഉണ്ട്. I want to go to Thiruvananthapuram but I don't know the roads. Can you tell me? കണ്ടോ, എന്നിട്ട് ഇവിടെ കോപ്പി കൊടുക്കുക. ഇവിടെ ഉണ്ടല്ലേ ഈ ഒരു കോപ്പി ചിഹ്നം കണ്ടോ ഇവിടെ, ഈ ഇവിടെ അതുപോലെ മലയാളത്തിൻ്റെ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇവിടെ ഒരു കോപ്പി ചിഹ്നം കണ്ടില്ലേ, ഇത് കൊടുക്കുക, കോപ്പി കൊടുക്കുക. ഓക്കെ, കോപ്പി കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ബാക്ക് അടിക്കുക ജസ്റ്റ്. ഇത് ഈ ഇംഗ്ലീഷിൽ അങ്ങോട്ട് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കയറി വരിക. എന്നിട്ട് നമുക്കിത് ഒന്ന് ഇതാക്കിയിട്ട് ഇവിടെ എ ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റയുടെ എ വെർഷൻ ഇതെടുക്കുക. ഇതെടുത്തിട്ട് ഇവിടെ ഇതെടുക്കുക. ഇതാ കണ്ടോ, ഇവിടെ മുകളിൽ കോപ്പി ചെയ്ത് വെച്ചത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുക. കണ്ടോ, ഇതാ തിരുവനന്തപുരത്ത് പോകാനുള്ള സകല വഴികളും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇംഗ്ലീഷാണ് കണ്ടോ. ഇത് ഇങ്ങനെ ഇംഗ്ലീഷ് അറിയണവർക്ക് ഇത് ഇംഗ്ലീഷ് വായിക്കാം, അല്ലാത്തവർക്ക് ഇതിലിങ്ങനെ ഇംഗ്ലീഷ് വിട്ടരും. അപ്പോൾ ഇത് ഇംഗ്ലീഷാണ്. നമുക്ക് ഇംഗ്ലീഷ് അറിയണവർക്ക് ഇംഗ്ലീഷ് വായിക്കാം, അല്ലാത്തവർക്ക് ഞാനിവിടെ ഒരു ടിപ്പ് പറഞ്ഞതാ, ഇതിങ്ങനെ ഞെക്കി പിടിക്കാം. ഞെക്കി പിടിച്ചിട്ട് ഇവിടെ മുകളിൽ 3 ബാറിൽ ഇത് വെക്കുക. ഇവിടെ കോപ്പി എന്നുള്ളതുണ്ടാവും, അത് കൊടുക്കുക. ഉണ്ടോ, നമുക്ക് ഇതെടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത മലയാളം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കൊടുക്കുക. ഇവിടെ ഇതെടുക്കുക, കീബോർഡിൻ്റെ ഇത് കൊടുക്കുക. ഉണ്ടോ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ മുകളിൽ ഇംഗ്ലീഷും അടിയിൽ മലയാളമായി. എന്നിട്ട് നമുക്കിത് ഇവിടെ വോയിസ് ഉണ്ട്, ഇവിടെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. എന്നുവെച്ചാൽ ഉണ്ടോ, ഇന്ത്യയിലെ കേരളത്തിലെ മനോഹരമായ ഒരു നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം എന്നും അറിയപ്പെടുന്നു. റോഡുകളിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. തിരുവനന്തപുരത്തേക്ക് പോകാൻ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷനുകൾ ഉണ്ട്. 1. വിമാനമാർഗം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് TRV പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലേക്കും ചില അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്ന് ടാക്സിയിലോ ബസ്സിലോ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാം. 2. ട്രെയിനിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ TVC ഒരു പ്രധാന റെയിൽവേ ഹബ്ബാണ്. മിക്ക ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ പിടിക്കാം. 3. റോഡ് മാർഗം തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കന്യാകുമാരി തുടങ്ങിയ സമീപ നഗരങ്ങളുമായി ദേശീയ പാതകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. നഗരത്തിലെത്താൻ നിങ്ങൾക്ക് ഒരു ബസ്സിലോ കാർ ടാക്സിയോ ഓടിക്കാം. നിങ്ങൾ നഗരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റിക്കറങ്ങാൻ പ്രാദേശിക ബസ്സുകളോ ഓട്ടോകളോ ത്രിചക്രവാഹനങ്ങൾ അല്ലെങ്കിൽ ടാക്സികളോ ഉപയോഗിക്കാം. ഓല, ഊബർ തുടങ്ങിയ റൈഡ് ഹെയിലിംഗ് ആപ്പുകളും ലഭ്യമാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ മികച്ച റൂട്ടുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് GPS നാവിഗേഷൻ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് പോലുള്ള മാപ്പിംഗ് ആപ്പുകൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ആരംഭ സ്ഥാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വിശദമായ നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. കണ്ടോ, ഇതാണ് ആ മറ്റേ AI തന്നത്. ഇനി നമുക്കൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് ചോദിച്ചാൽ ജനറേറ്റ് ചെയ്ത ഫോട്ടോ ചോദിച്ചു നോക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്ത് ചന്ദ്രനിൽ നിൽക്കുന്ന സ്പൈഡർമാൻ ആണ്. ഇതിന് ഇംഗ്ലീഷ് ഇവിടെ വോയിസ് ഉണ്ട്.
Spider-Man standing on the moon. കണ്ടോ? നമുക്ക് ഇവിടെ കോപ്പി കൊടുക്കാം. നേരത്തെ AI എടുക്കുക, സെൻഡ്. ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ആയി. അടിപൊളി. കണ്ടോ സ്പൈഡർമാനും ചന്ദ്രനിൽ നിൽക്കണുണ്ടോ? കണ്ടോ? വാവ്, സൂപ്പറല്ലേ? നമുക്ക് എന്ത് ചോദിച്ചാലും ഒരു ഞൊടിയിടയിൽ ഉത്തരം തരുന്ന ആളാണ് ഈ മെറ്റ AI. മെറ്റയുടെ തന്നെ AI വേർഷൻ, അത് AI. അപ്പം ഇത് നമുക്ക് ഇപ്പോൾ പോവേണ്ട ഒരു റിസോർട്ടായാലും നമുക്ക് ആ റിസോർട്ടിൻ്റെ ഫുൾ കാണിച്ചു തരും ഈ മെറ്റ AI. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയപ്പെടാത്ത സ്ഥലത്തേക്ക് പോലും നമുക്ക് എത്താൻ കഴിയും. അതാണ് ഈ മെറ്റ AIയുടെ ഒരു ഗുണം. അപ്പോൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ എല്ലാവരുടെ വാട്സപ്പിലും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടാവും. കണ്ടോ? ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടാവും, ഇങ്ങനൊരു വട്ടക്കണി. അപ്പോൾ ഇതെന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ ഒരു സാധനം. കാരണം ഇത് സ്കൂൾ കുട്ടികൾക്കും അതേപോലെ ഈ ഓഫീസിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഈ സ്ഥലത്തേക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഉപകാരപ്പെടുന്നൊരു ആപ്പാണ് ഈ ഒരു ഇതാണ് മെറ്റയുടെ തന്നെ AI വേർഷൻ. അപ്പോൾ അത് വാട്സപ്പിൽ വന്നത് വലിയൊരു സന്തോഷമാണിത്. നമുക്ക് പല സ്ഥലത്തുകളും നമുക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഇനി നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. ഇത് മെറ്റയുടെ AI ഉണ്ട് നമ്മളെ സഹായിക്കാൻ. അപ്പോൾ ഇതാണ് അത്. കണ്ടല്ലോ ഇതെങ്ങനെ ഉണ്ടാക്കണം, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ചെറിയൊരു സിമ്പിളാണ് ഇത് ഉപയോഗിക്കാനും ഉണ്ടാക്കാനും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സുജിത്ത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വ്യൂസും വാച്ചവറും കൂട്ടിത്തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. പുകവലിയും മദ്യപാനവും മറ്റു ലഹരി വസ്തുക്കളും ആരോഗ്യത്തിന് ഹാനികരം. ഇതൊന്നും ഉപയോഗിക്കരുത്. ഇതൊക്കെ ഉപയോഗിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും, മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് ഈ ലഹരി വസ്തുക്കൾ ഒന്നും ആരും ഉപയോഗിക്കരുത്. റോഡിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ വാഹനങ്ങൾ ഓടിക്കൂ.